ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഷെഫ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ പല ചിക്കൻ റെസിപ്പികളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള ഒരു നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. ഒരു സെമി ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീക്കെൻഡിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനൂടെയുള്ള കലാപരിപാടിക്ക് പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ്. ഈ റെസിപ്പി ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെട്ട വളരെ യുണീക്ക് ആയിട്ടുള്ളതും വളരെ നല്ല ഫ്ലേവറുള്ള ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. നല്ല ഫ്ലേവറിലുള്ള ചിക്കൻ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ കുക്കിംഗ് ആരംഭിക്കാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കഴുകിയെടുത്ത ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യുവാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മൾ ചിക്കൻ വളരെ ചെറുതായിട്ടാണ് ഈ റെസിപ്പിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇന്ന് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ വിത്ത് ബോൺ ആണ്. പക്ഷെ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ, ചിക്കൻ തൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വിത്ത് ബോണും നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് റെഗുലർ ചില്ലി പൗഡറും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കുമ്പോൾ അതിന് നേരെ പകുതി മാത്രം ഉപയോഗിക്കുക. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പക്ഷെ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 1/2 ടേബിൾ സ്പൂൺ റെഗുലർ ചില്ലി പൗഡറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയുടെ സ്പൈസസ് വളരെയധികം കൂടാനായിട്ടത് കാരണമാകും. അടുത്തായി നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓൺ ആക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് സ്പൈസസും റോസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന സ്പൈസസ് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുമാതിരി തന്നെ ഞാൻ ഈ കാണിക്കുന്ന മാതിരി നമ്മളുടെ സ്പൈസസ് റോസ്റ്റ് ചെയ്ത് മാത്രം ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പകരം നമ്മൾ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഗൈസ്, നമ്മളുടെ സ്പൈസസ് ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം പൊടിക്കുന്ന കല്ലെടുത്ത് വെച്ച് നമ്മളുടെ സ്പൈസസ് ഇതിലേക്ക് ഇട്ട് നല്ല തരിയായിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ റോസ്റ്റ് ചെയ്ത സ്പൈസസ് നല്ല തരിയായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഗൈസ്, അടുത്തായിട്ട് നമ്മളുടെ നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ഇതൾ കറിവേപ്പില, ചോപ്പ് ചെയ്ത 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, ചോപ്പ് ചെയ്ത 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ, നീളത്തിൽ കട്ട് ചെയ്തെടുത്ത 4 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും എല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇത് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കാനാണ് നമ്മളിത് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റീം പുറത്തേക്ക് പോകാണ്ട് സ്റ്റീം ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ് ആ ഒരു വെള്ളത്തിൽ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഡ് വെച്ച് കുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളും അതുമാതിരി തന്നെ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 15 മിനിറ്റ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഓരോ 5 മിനിറ്റിന് ശേഷവും നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒഴിക്കാണ്ട് ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം കൊണ്ടാണ് നമ്മളുടെ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി തന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി നോൺ സ്റ്റിക്ക് പാനും ഈ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഗൈസ് അപ്പോൾ നമ്മൾ 15 മിനിറ്റ് നേരം പാത്രത്തിൻ്റെ ലിഡ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ചിക്കനിൽ നിന്നിറങ്ങിയ അത്യാവശ്യം വെള്ളം നമ്മുടെ ചിക്കനിലുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, നമ്മൾ പൊടിച്ചെടുത്ത സ്പൈസസ്, വളരെ തിന്നായി കട്ട് ചെയ്തെടുത്ത 4 സവോളയും കൂടെ നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനും സവോളയും സ്പൈസസ് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് വെച്ച് വീണ്ടും ഒരു 5 തുടങ്ങി 10 മിനിറ്റ് വരെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിന്ന് സവോള സ്ലൈസ് ചെയ്തിട്ടാണ് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റെസിപ്പിക്കും ഓരോ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ റെസിപ്പിയുടെ ടേസ്റ്റും ഇല്ലെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പിയറൻസും ഒക്കെ മാറാനായിട്ട് കാരണമാവും. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ ഒനിയൻ കട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സ്ലൈസ് ചെയ്ത് തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ ചിക്കൻ 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഒരു പക്ഷേ 5 എന്നുള്ളത് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ടി വരും. എനിവേ നമ്മൾക്ക് ഈ കാണാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒനിയൻ നന്നായിട്ട് കുക്കായി കഴിയുമ്പോഴാണ് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കേണ്ടത്. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഷെഫ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഷെഫ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അതുമാതിരി തന്നെ നമ്മൾ സ്പൈസസ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് ഫ്ലേവർ, നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട്. ചിക്കൻ ഒട്ടും തന്നെ ഓവർ കുക്ക് ആകാണ്ട് നല്ല ജ്യൂസിയും ടെൻഡറായിട്ടാണ് ഇരിക്കുന്നത്. വലിയ സോസ് ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല റോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീക്കെൻഡിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനൂടെയുള്ള കലാപരിപാടിക്കൊക്കെ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.